എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തിരിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വെരി ഗുഡ് ഈവനിങ്. ഇന്നത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. ലേറ്റ് ആയതിൽ ക്ഷമിക്കണം, കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ്, അത് കണക്ട് ആവാത്തതിന്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ഇവിടെ വൈഫൈയുടെ ഇഷ്യൂ ഉണ്ട്, അതാണ് കുറച്ച് നേരമായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ടെതർ ഓഷ്യൻ. ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബിസിനസ് പ്രോജക്റ്റിലേക്കാണ് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ബേസിക് ആയിട്ടുള്ള ആ ഒരു പ്രസന്റേഷൻ ആണ് ചെയ്യുന്നത്. ഇൻ ഡീറ്റെയിലേക്ക് ഇന്ന് പോകുന്നില്ല. നമുക്ക് ഇതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള സെഷൻ നമുക്ക് ഉടനെ തന്നെ വെക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓഡിയോ ഒക്കെ ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഒന്ന് കൺഫേം ചെയ്യാം. ക്ലിയർ ആണ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. അപ്പോ സ്ട്രേറ്റ് അവേ ഞാൻ പ്രോഗ്രാമിലേക്ക് കിടക്കുകയാണ്. അപ്പൊ നമുക്ക് നോർമലി ഇന്ന് നമുക്ക് ഒരുപാട് പ്രോജക്റ്റുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് ടെതർ ഓഷ്യൻ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനൊരു ഒരു പ്രസന്റേഷൻ ആണ് ഇത്, ഈ ഒരു പ്രോഗ്രാം ഉള്ളത്. കാരണം മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് എന്താ പറയാ, ഒരുപാട് തരത്തിലുള്ള പ്രോജക്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വളരെയധികം വെറൈറ്റികളായിട്ടുള്ള പ്രോജക്റ്റുകൾ ഉണ്ട്. പക്ഷെ ഫൈനലി എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു തകരാറ് വരികയാണ്. കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും അതിന്റെ ഒരു പ്രോബ്ലം വരുന്നത്. സ്റ്റാർട്ടിങ്ങിലൊന്നും നമുക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും കാണില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു സ്കാം ആയിട്ട് പ്രൂവ് ചെയ്യുന്ന രീതിയിലേക്ക് അത് പോകുന്നുണ്ട്. ഇത് വർഷങ്ങളായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു 10 കൊല്ലമായിട്ട് നമ്മൾ ക്രിപ്റ്റോ കറൻസി മേഖലയിലുണ്ട്. നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ ഒരുപാട് പ്രോജക്റ്റുകളിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ചിലതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ചിലതിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫൈനലി നമ്മളെ എന്താ പറയാ, നമ്മളെ അങ്ങോട്ട് വേദനിപ്പിക്കുന്ന രീതിയിലാണ് അതിന്റെയൊക്കെ ഒരു അവസാനം വരുന്നത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ടോട്ടലി ഒരു മോചനം നമുക്ക് ആവശ്യമാണ്. ഇനി അങ്ങോട്ട് നമുക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ, അല്ലെങ്കിൽ എന്താ പറയാ, അത്രയ്ക്കും എക്സൈറ്റ്മെന്റ് ഉള്ള രീതിയിൽ ആയിരിക്കണം ഇനി അങ്ങോട്ട് കാര്യങ്ങൾ. ഒരു തരത്തിലും ഒരാളുടെയും പണം നഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനത്തെ ഒരു എന്താ പറയാ, അങ്ങനത്തെ ഒരു ഐഡിയ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിഷനോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് തുടങ്ങിയിട്ടുള്ളത്. ഇത് ഒരു തരത്തിലും സ്കാം ചെയ്യാൻ പറ്റില്ല, അത് അഷ്യൂർഡ് ആണ്. അത് സ്മാർട്ട് കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ടെതർ ഓഷ്യൻ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ നോർമലി ഇപ്പൊ UK, USA, അമേരിക്ക അല്ലെങ്കിൽ പല പല രാജ്യങ്ങളുടെ പേര് പറയുമെങ്കിലും ഇത് നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഞാനും, എൻ്റെ പേര് ശിവദാസ് എന്നാണ്, ഞാൻ തൃശ്ശൂരാണ് താമസിക്കുന്നത്. ഞാനും എൻ്റെ ഫ്രണ്ടുമാണ് ഈ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ ഒരു 4-5 മാസമായിട്ടുള്ള ഞങ്ങളുടെ ഒരു എഫേർട്ടാണ്. ഒരു തരത്തിലും സ്കാം ചെയ്യാൻ പറ്റാത്തതും കസ്റ്റമർക്ക് നല്ല രീതിയിൽ, അത് ഇൻവെസ്റ്റർ ആയാലും ശരി, അത് ഇതിൽ വർക്ക് ചെയ്യുന്നവരായാലും ശരി, ബെസ്റ്റ് റിസൾട്ട്സ് അല്ലെങ്കിൽ ബെസ്റ്റ് പേയ്മെന്റ്സ് അല്ലെങ്കിൽ ബെസ്റ്റ് ഇൻകം കിട്ടുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പൊ അത് നമ്മൾ ചെയ്തേക്കുന്നത് ക്രിപ്റ്റോ കറൻസി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഈ ക്രിപ്റ്റോ കറൻസിയിൽ തന്നെ നമ്മൾ സ്മാർട്ട് കോൺട്രാക്റ്റിലാണ് ചെയ്തേക്കുന്നത്. ദാറ്റ് ഈസ് സ്മാർട്ട് കോൺട്രാക്ട് ആകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ അഡ്മിൻ അല്ലെങ്കിൽ ആർക്കും ഇന്റർഫിയർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല. എല്ലാം ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് സിസ്റ്റം. നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെന്റ്സും അതുപോലെ നിങ്ങളുടെ വിഡ്രോവൽസും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, കോയിൻ ബൈ ചെയ്യുന്നു, സെല് ചെയ്യുന്നു, എല്ലാം ഇൻസ്റ്റന്റ് എന്ന് തന്നെ പറയാം. നമുക്ക് വളരെ വളരെ ഫാസ്റ്റ് ആണ് കാര്യങ്ങളെല്ലാം. നമ്മൾ കഴിഞ്ഞൊരു 1 മാസമായി നമ്മൾ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ശരിക്കും റണ്ണിങ്ങിലേക്ക് ആയിട്ട് 1 മാസത്തോളം ആയിട്ടുണ്ട്. വളരെ നല്ലൊരു റെസ്പോൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. വളരെ ഹാപ്പിയാണ്. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാവരും വളരെ വളരെ ഹാപ്പിയാണ്. ഇനി അങ്ങോട്ടും അവരുടെ ഹാപ്പിനെസ് കൂടുകയുള്ളൂ, കുറയൊന്നും പ്രശ്നം ഉദിക്കുന്നില്ല. അപ്പൊ എന്താണ് ആ പ്രോജക്റ്റ് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, ടെതർ ഓഷ്യൻ സെൽഫ് അപ്രീഷിയേറ്റിംഗ് ഡെഫൈ പ്രോജക്റ്റ്. അപ്പൊ ടെതർ ഓഷ്യൻ എന്നുള്ള പേരിൽ തന്നെയുണ്ട്. ടെതർ എന്ന് പറയുന്ന USDT ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ടെതറിന്റെ അർത്ഥം കണക്ടിങ് എന്നാണ്. പല പല അർത്ഥങ്ങൾ അതിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ USDTയുടെ കോയിന് പറയുന്നതും ടെതർ എന്ന് പറയുന്ന ഒരു ബാക്കപ്പ് കമ്പനി ഉണ്ട്, ടെതർ എന്നുള്ളത്. ഓഷ്യൻ എല്ലാവർക്കും അറിയാം. ഓഷ്യൻ എന്ന് പറഞ്ഞാൽ സമുദ്രം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപാട് ഡെപ്ത്
ഉള്ള ഒരു സംഭവമാണ് ഈ ഓഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാനിലും അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ഒരു ഡെപ്ത് നമ്മൾക്ക് ഈ ഇതിന്റെ പ്ലാനിലുണ്ട്, മാർക്കറ്റിംഗ് പ്ലാനിലുണ്ട്. അപ്പൊ അത്രയ്ക്കും ഹ്യൂജ് ആയിട്ടുള്ള ഒരു വരുമാനം ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തേക്കുന്നത്, സെൽഫ് അപ്രീഷിയേറ്റിംഗ് ഡെഫൈ പ്രോജക്റ്റ്. അപ്പൊ ഇവിടെ ഒരു ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസിംഗ് എന്നോ അല്ലെങ്കിൽ നമുക്ക് ക്രൗഡ് ഫണ്ടിംഗ് എന്നോ അല്ലെങ്കിൽ ക്രൗഡ് ഫണ്ടിംഗ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇവിടെ കമ്മ്യൂണിറ്റിയാണ്, ഇവിടെ ഈ വരുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെയാണ് ഇതിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ആവുന്നതും അത് നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നതൊക്കെ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ നിന്നാണ്. ഇതിന് പുറത്തു നിന്ന് യാതൊരു ഇന്റർഫിയറൻസും ഇല്ല. ഇപ്പൊ മറ്റുള്ള കമ്പനികൾ പറയുന്ന പോലെ നമ്മൾ കോയിൻ വാങ്ങി, കോയിൻ നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് സ്റ്റേക്ക് ചെയ്തു, അതൊരു എക്സ്ചേഞ്ചിൽ കൊണ്ടുപോയി വിറ്റു, അങ്ങനെ ഒരു സിസ്റ്റം നമുക്ക് ട്രഡീഷണൽ ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു സിസ്റ്റവും ഇതിനകത്ത് വരുന്നില്ല. എല്ലാം ഇതിനകത്ത് മാത്രമല്ല, ഈ കമ്മ്യൂണിറ്റിയുടെ അകത്താണ്. ഇവിടെയുള്ള ഏറ്റവും വലിയ ബെസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ മറ്റൊരു കമ്മ്യൂണിറ്റിയിലും കാണാത്ത പോലെ ഇവിടെ ഒരു വ്യക്തി ഇതിലേക്ക് കടന്നു വന്നാൽ, ഒരു വ്യക്തി ഇതിനകത്തേക്ക് വരികയോ ഇതിലെ കോയിൻ വാങ്ങിക്കുകയോ വിൽക്കുകയോ എന്ത് ചെയ്താലും ഇതിലുള്ള എൻറ്റയർ വ്യക്തികളും, ഈ സമൂഹത്തിലുള്ള ഈ ടെതർ ഓഷ്യൻ കമ്മ്യൂണിറ്റിയിലുള്ള എൻറ്റയർ വ്യക്തികൾക്കും അതിന്റെ ഗുണം കിട്ടും. ഇത് ഇതുവരെ ആരും ഇങ്ങനെ ഒരു പ്രോജക്റ്റ് കൊടുത്തിട്ടില്ല. മറ്റെല്ലാ പ്രോജക്റ്റുകളിലും നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ അവരവരുടെ ടീം അവരവർ വർക്ക് ചെയ്യുന്നു. ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുമെങ്കിലും കമ്മ്യൂണിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു വിധത്തിലുള്ള ഇന്ററാക്ഷനോ അല്ലെങ്കിൽ സപ്പോർട്ടോ ഇല്ല. അപ്പൊ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇപ്പൊ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ടീം, ഇപ്പൊ ഞങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും ഒക്കെ ടീമുണ്ട്. നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ടീം സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്താൽ സൗത്ത് ഇന്ത്യയിൽ ഇരിക്കുന്ന വ്യക്തികൾക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടും. ദാറ്റ് ഇസ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കോയിൻ, ഇതിനകത്തുനിന്ന് നമുക്കൊരു കോയിൻ വാങ്ങിക്കുന്നുണ്ട്, ആ കോയിന്റെ പ്രൈസ് കൂടി വരുന്ന ഒരു സിസ്റ്റമാണിത്. ഇവിടെ അപ്രീസിയേഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു ബെനിഫിറ്റുകൾ, അപ്പൊ എൻറ്റയർ കമ്മ്യൂണിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പുതിയൊരു സിസ്റ്റമാണിത്. ഇത് വ്യക്തമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിനകത്ത്. കാരണം അത്രയ്ക്കും പൊട്ടൻഷ്യലാണ്, നിങ്ങൾക്ക് ഒരു ലോങ് ടേം വിഷനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ആണ്. ഓക്കെ, നമ്മൾ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സ്റ്റെബിലിറ്റി ആണ്. ഇവിടെ നമ്മൾ പ്രൈസ് ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കോയിൻ എന്ന് പറയുന്നത് USDT എന്ന് പറയുന്ന BEP20, ദാറ്റ് ഇസ് ബൈനാൻസിന്റെ ചെയിനിൽ വർക്ക് ചെയ്യുന്ന USDT എന്ന് പറയുന്ന ടെതർ കോയിൻ ആണ് നമ്മൾ ഇതിനകത്തേക്ക് പേയ്മെന്റിനും ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും ആയിട്ട് ഉപയോഗിക്കുന്നത്. USDT എന്ന് പറയുന്ന കോയിൻ ആണ്. അതുകൊണ്ട് അത് USDTയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ USDT വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോയിൻ ആണ്, ഒരിക്കലും ഫ്ലക്ച്വേഷൻ ഉണ്ടാവില്ല. ചില കോയിനുകൾ മാർക്കറ്റിൽ ഓൾറെഡി ഉള്ള പ്രോജക്റ്റുകളിൽ വേറെ കോയിനുകളിൽ കൊണ്ടുവരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരും അതിൽ വർക്ക് ചെയ്യാൻ താല്പര്യം കാണിക്കില്ല. ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും എന്നും ഇതേപോലെ. ഇപ്പൊ നമ്മുടെ ലോക്കൽ കറൻസി പോലെയാണ്, 100 രൂപ എന്ന് പറഞ്ഞാൽ എന്നും 100 രൂപയാണ്. അതുപോലെ ഒരു USDT എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഡോളറിന് തുല്യമായിട്ടുള്ള വിലയായതുകൊണ്ട് എപ്പോഴും അതേ സ്റ്റാൻഡേർഡ് റേറ്റിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ അടുത്ത പോയിന്റ് ഇന്നോവേറ്റീവ് ലിക്വിഡിറ്റി പൂൾസ്. ഇന്നോവേറ്റീവ് ലിക്വിഡിറ്റി പൂൾ എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് വരുന്ന ഓരോ മെമ്പറും ഇതിന്റെ ഒരു ലിക്വിഡിറ്റി പൂൾ ഉണ്ട്. ദാറ്റ് ഇസ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള കോയിന്റെ വില നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ലിക്വിഡിറ്റി പൂൾ ഉണ്ട്. 52% ഓരോ ഇൻവെസ്റ്റ്മെന്റിന്റെയും റീഇൻവെസ്റ്റ്മെന്റിന്റെയും 52% നമ്മൾ ഈ ലിക്വിഡിറ്റി പൂളിലേക്കാണ് പോകുന്നത്. അപ്പൊ ഒരു വ്യക്തി കോയിൻ വിൽക്കുമ്പോഴും ഈ 52%-ൽ നിന്നാണ് ആ വ്യക്തിക്ക് ഉള്ള കോയിന്റെ വില അല്ലെങ്കിൽ അയാൾ വിൽക്കുമ്പോൾ അയാളുടെ കോയിന്റെ പ്രൈസ് തിരിച്ചു കിട്ടുന്നത്. ഓക്കെ, വളരെ സെക്യൂറും ട്രാൻസ്പെയറന്റ് ആണ്. കാരണം നമ്മൾ ഇത് ബ്ലോക്ക് ചെയിനിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ പ്രോഗ്രാം നമ്മൾ ബ്ലോക്ക് ചെയിനിലാണ് ചെയ്തിട്ടുള്ളത്. സ്മാർട്ട് കോൺട്രാക്ടിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഓക്കെ, വളരെ അധികം സെക്യൂരിറ്റി മെഷേഴ്സ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈവൻ അഡ്മിനോ അല്ലെങ്കിൽ ഡെവലപ്പേഴ്സിനോ അല്ലെങ്കിൽ ഒരു ഹാക്കറിനോ ഇത് ഹാക്ക് ചെയ്യാൻ പോസിബിൾ അല്ലാത്ത രീതിയിലാണ് നമ്മൾ ഇതിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ കമ്മ്യൂണിറ്റി സെൻട്രിക് ഗവേണൻസ് ആണ്. അതായത് ഇതിലുള്ള കമ്മ്യൂണിറ്റി തന്നെയാണ് തീരുമാനിക്കുന്നത് ഇതിന്റെ വില കയറിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയതുകൊണ്ട് ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് അപ്രീസിയേഷൻ ഓൺ എവറി ബൈ ഓർ സെൽ ട്രാൻസാക്ഷൻ. സാധാരണ നമ്മൾ കേൾക്കുന്നത് വാങ്ങിക്കുമ്പോൾ വില കയറും, വിൽക്കുമ്പോൾ വില കുറയുന്നതാണ്. പക്ഷെ ഇവിടെ ഇത് രണ്ടും, വാങ്ങിക്കുമ്പോഴും വിൽക്കുമ്പോഴും ഇതിൽ പ്രൈസ് കൂടുകയുള്ളൂ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ, നിങ്ങൾ ഇതിൽ പർച്ചേസ് നടത്തുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കോയിൻസിന്റെ വില നിങ്ങൾ വാങ്ങിച്ച് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതിൽ നിന്നും മുകളിലേക്ക് കയറുക എന്നല്ലാതെ ഒരിക്കലും ഒരു പൈസ പോലും കുറയില്ല. അതാണ് ഈ ഒരു പ്ലാന്റെ അഷ്വറൻസ് എന്നുള്ളത്. ഓക്കെ, അത് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇതുവരെ ഒരു സ്ഥലത്തും ഇതുപോലത്തെ ഒരു ഇതുണ്ടായിട്ടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അഷ്യൂർഡ് ആണ്. കാരണം ഇവിടെ ഷ്യൂർ ആണ് നിങ്ങൾക്ക് പ്രൈസ് കൂടും എന്നുള്ളത്.
അതിൽ യാതൊരു തർക്കമില്ല. എപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് ആവുന്നു ആ നേരത്ത് നിങ്ങൾക്ക് വിറ്റ് നിങ്ങൾക്ക് USDT ആയിട്ട് നിങ്ങൾക്ക് റിട്ടേൺസ് എടുക്കാം. ഓക്കെ, നോ റഗ് പൂൾ. റഗ് പൂൾ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതിനകത്ത് ഒരു ഫേക്ക് സിസ്റ്റം അല്ലെങ്കിൽ ഒരു സ്കാമിംഗ് സിസ്റ്റം കൊണ്ടുവരാൻ സാധിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ അഡ്മിനോ അല്ലെങ്കിൽ ഇതിന്റെ ഡെവലപ്പേഴ്സോ അല്ലെങ്കിൽ ഇതിന്റെ ഹാക്കേഴ്സോ ആരെങ്കിലും ഇതിൽ കയറിയിട്ട് ഒരു സ്കാം ചെയ്യാനായിട്ട് പോസിബിൾ അല്ല. നോ പ്രീമൈൻഡ് കോയിൻസ്. നമ്മൾ നോർമലി നമ്മൾ കാണുന്ന എല്ലാ ടോക്കൺ കോയിൻ പ്രോഗ്രാമിലെല്ലാം ഓൾറെഡി ഇത്ര കോടി കോയിനുകൾ ഓൾറെഡി ഉണ്ടാവും. ആ കോയിൻ ആണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ സെയിൽസ് ചെയ്യുന്നത്. ബട്ട് ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 0 ആണ്, കോയിൻസ് ഇല്ല. ഒരു ഫസ്റ്റ് മെമ്പർ, ഓരോ മെമ്പേഴ്സ് വരുമ്പോഴാണ് ഇതിനകത്തുനിന്നുള്ള കോയിൻസ് പ്രൊഡ്യൂസ് ആവുന്നത്. ഇനി അതുപോലെ തന്നെ കോയിൻസ് ഓരോരുത്തരും വിൽക്കുമ്പോൾ ഇവിടെ കോയിൻസിന്റെ അളവ് കുറയും ചെയ്യും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ഇതിന്റെ ഒരു ഫോർമുല എന്ന് പറയുന്നതും അത് തന്നെയാണ്. കാരണം മറ്റുള്ള പ്രോജക്റ്റുകളിലൊക്കെ നമ്മൾ കോയിന്റെ വില കുറച്ച് കൂടുന്നത് കാണാം, പിന്നെ അങ്ങോട്ട് താഴേക്ക് പോകുന്നത് കാണാം. ആ താഴേക്ക് പോകുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ലിക്വിഡിറ്റിയും അതുപോലെ തന്നെ കോയിൻസിന്റെയും പ്രൊപ്പോർഷൻ ശരിയാവാത്തതുകൊണ്ടാണ്. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോർഷനിലാണെങ്കിൽ, വിൽക്കുന്നതനുസരിച്ച് കോയിൻസിന്റെ എണ്ണം കുറയുകയാണെങ്കിൽ ഈ പറയുന്ന വില താഴേക്ക് പോവില്ല. അത്രയേ ഉള്ളൂ. അപ്പൊ ഇതൊരു 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. നമ്മൾ ഈ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുള്ളി ഓട്ടോമാറ്റിക് സിസ്റ്റം ആണത്. എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ പേയ്മെന്റും അതുപോലെ നമ്മുടെ വിഡ്രോവൽസും എല്ലാം, അതുപോലെ ഫണ്ടിന്റെ സേഫ്റ്റി എല്ലാം ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലാണ്. അതിന് വേറൊരാൾക്കും ഹാൻഡിൽ ചെയ്യാൻ പോസിബിൾ അല്ല. ഈവൻ അഡ്മിൻസിന് പോലും അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, റിയൽ ടൈം ബൈ ആൻഡ് സെൽ ആണ്. അതായത് നമുക്ക് ഓൺ ദ സ്പോട്ടിൽ ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് പ്രൈസ് എന്താണോ, ബൈ പ്രൈസ് എന്താണോ, ബൈ പ്രൈസിൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാം. ഇപ്പോഴുള്ള സെൽ പ്രൈസിൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് സെൽ ചെയ്യാം. ഇതിനൊന്നും ടൈം എടുക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. നമ്മുടെ കോയിൻ വിൽക്കാനിട്ടു, അത് ആരെങ്കിലും വാങ്ങണം, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് വാങ്ങുന്നു, സിസ്റ്റത്തിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു. ഓക്കെ, എല്ലാ പേ ഔട്ട്സും ഇതിനകത്തുള്ള എല്ലാ പേ ഔട്ട്സും റിയൽ ടൈം ആണ്. റിയൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു വ്യക്തി ജോയിൻ ചെയ്തു, അതിൽ നിന്നുള്ള കമ്മീഷൻ പല ലെവലുകളിലേക്ക് പോകുന്നതായിരിക്കും. ആ പല ലെവലുകളിലേക്ക് പോകുമ്പോൾ അവർക്കൊക്കെ അതിൽ അവർക്ക് കിട്ടിയിട്ടുള്ള പേ ഔട്ട് എന്താണോ അത് അപ്പൊ തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാം. ഇവിടെ വിഡ്രോവലിനൊന്നും നമ്മളൊരു ലിമിറ്റ് വെച്ചിട്ടില്ല. ഏറ്റവും ചെറിയ ലിമിറ്റിൽ നിന്ന് തന്നെ, അതായത് ഇപ്പൊ $1 ആണെങ്കിൽ $1 പോലും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. ഗ്യാസ് ഫീസ് എക്സ്ട്രാ വരുന്നേ ഉള്ളൂ. ഇനി എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് കൂടുന്നത് എന്നുള്ളതിന്റെ ഒരു ചാർട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ചാർട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ഇതാണ്, എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ബട്ട് ഞാൻ ഇപ്പൊ ഇവിടെ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാണുന്നുണ്ടാവും, മഞ്ഞ കളറിൽ കാണുന്നുണ്ടാവും, ടൈപ്പ് ഉണ്ട്. അത് ബൈ ആണ്, സെല്ല് അതൊക്കെ കാണാം. റെഡ് കളറിൽ കാണുന്നത് സെല്ലാണ്, അല്ലാതെ കാണുന്നത് ബൈ ആണ്. ബൈ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ബൈ റേറ്റ്, സെൽ റേറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിക്കുന്നുണ്ടാവും. ഇതാണ് ബൈ റേറ്റ്, സെൽ റേറ്റ്. ഇവിടെ നമുക്ക് കാണാം, ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് റേറ്റ് കൂടുന്നതല്ലാണ്ട് താഴേക്ക് പോകുന്നതുകൊണ്ട് റേറ്റുകൾ കൂടുന്നുള്ളൂ. ഈ സെല്ലിംഗ് ചെയ്താൽ പോലും ഇപ്പൊ നമുക്ക് ഇവിടെ ഇടതുവശത്ത് നമുക്ക് സെല്ല് കാണാം, 25 കോയിൻ സെല്ല് ചെയ്തു. അത് കഴിയുമ്പോഴും പ്രൈസ് കൂടുന്നേ ഉള്ളൂ, കുറയുന്നില്ല ഒരിക്കലും. സെല്ല് 100 കോയിൻ, അതുപോലെ സെല്ല് 25 കോയിൻ, അപ്പോഴൊക്കെ പ്രൈസ് ഇങ്ങനെ കൂടിയാണ് വരുന്നത്, ബൈ റേറ്റ്, സെൽ റേറ്റ്. അവസാനം നമ്മൾ ആ ചാർട്ടിന്റെ ലാസ്റ്റിൽ നമ്മൾ ഒരു 100 കോയിൻ വാങ്ങിക്കുന്ന സമയത്ത് റേറ്റ് കിടക്കുന്നത് $58. ഇത് $1 തുടങ്ങി $58 എത്തി. അപ്പൊ ഇവിടെ ഇതിനിടയിൽ ഒരുപാട് ഉള്ള കോയിൻസ് കംപ്ലീറ്റ് വിൽക്കുന്നുണ്ട്, ഫുൾ കോയിൻ വിൽക്കുന്നുണ്ട്. ഇതിനകത്തുള്ള ഫുൾ എമൗണ്ട് നമ്മൾ സെല്ല് ചെയ്താൽ പോലും, അല്ലെങ്കിൽ ഫുള്ള് കോയിൻസ് നമ്മൾ സെല്ല് ചെയ്താൽ പോലും ഈ ഇതിനകത്ത് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്, അതായത് ഇതിന്റെ ആ ഒരു താങ്ങുവില, അതെന്നും ബാലൻസ് ഉണ്ടാവും. എല്ലാവരും ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരും സെല്ല് ചെയ്യുകയാണെങ്കിൽ പോലും അവിടെ ആ ഫണ്ട് ബാലൻസ് അവിടെ നിലനിൽക്കും. അങ്ങനെയാണ് ഇതിന്റെ ഈ കാൽക്കുലേഷൻസ് ഉള്ളത്. ഇത് നമുക്ക് ട്രെയിനിങ് പ്രോഗ്രാംസിൽ നമ്മൾ കുറേം കൂടി നല്ല രീതിയിൽ ഇത് എങ്ങനെയാണ് വർക്ക്ഔട്ട് ആവണം എന്നുള്ളത് പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, വാങ്ങിക്കുമ്പോഴും വിൽക്കുമ്പോഴും, ആര് വാങ്ങിയാലും ആര് വിറ്റാലും ശരി, വില കൂടുകയുള്ളൂ, കുറയുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അതിന്റെ എഫക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ കോയിന്റെ വാല്യൂവിൽ നിങ്ങൾക്ക് കാണാനും പറ്റും. ഓക്കെ, നമുക്ക് ഈ പ്രോജക്റ്റിലേക്ക് കടന്നു വരാനായിട്ട് നമുക്ക് ആവശ്യം മിനിമം ഒരു $20 മുതൽ ഒരു $1000 സിംഗിൾ ട്രാൻസാക്ഷൻ ആണ്. നമുക്ക് ഏത് എമൗണ്ടിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പൊ 20, 21, 22 അല്ലെങ്കിൽ 37, 57 നമ്മുടെ കയ്യിലുള്ള പോലെയാണ്. അല്ലാണ്ട് ഇവിടെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു പാക്കേജസ് ഒന്നും നമുക്കില്ല. BEP20 ചെയിനിലാണ് നമ്മൾ ചെയ്യുന്നത്. USDT BEP20 ആണ്, ബൈനാൻസിന്റെ ചെയിനിലാണ്. അപ്പൊ അതുകൊണ്ട്
കുറച്ച് ബൈനാൻസിന്റെ കോയിൻസും കൂടെ, ഒരു $2-3 ബൈനാൻസിന്റെ BNB കോയിനും കൂടെ വേണം. അതുപോലെ നമ്മൾ ടോക്കൺ പോക്കറ്റ്, ട്രസ്റ്റ് വാലറ്റ്, മെറ്റമാസ്ക് എന്ന് പറയുന്ന ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള വാലറ്റ് ത്രൂ ആണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ എന്ത് എമൗണ്ട് ആണെങ്കിലും ശരി, ആ എമൗണ്ടിന്റെ 35% വെർച്വൽ കോയിൻ ആണ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുക. ഇതിന് നമ്മൾ എടുത്തു പറയുകയാണ്, നമ്മൾ വെർച്വൽ കോയിൻ ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സാധാരണത്തെ പോലെ നമ്മൾ ടോക്കൺ, മറ്റുള്ള പല കമ്പനികളിൽ നമ്മൾ ടോക്കൺസ് ആണ് കാണുന്നത്. ടോക്കൺസിന് ഏതെങ്കിലും ഒരു ബ്ലോക്ക് ചെയിൻ ആയിട്ട് ബന്ധം ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് ഇവിടുന്ന് ട്രാൻസ്ഫറബിൾ ആണ്, നമുക്ക് വേറെ എക്സ്ചേഞ്ചിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അവിടെ വില ഉണ്ടെങ്കിൽ മാത്രമേ അത് വിറ്റിട്ട് കാര്യമുള്ളൂ. പല പ്രോജക്റ്റിലും നമ്മൾ കണ്ടിട്ടുള്ളത് ഒരുപാട് കോയിൻസ് കയ്യിലുണ്ട്. ഈവൺ എന്റെ കയ്യിലും 2015 മുതലുള്ള കോയിൻസ് എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. പല പ്രോജക്റ്റിൽ നിന്നും കിട്ടിയ കോയിൻസ് എന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഇന്ന് വിലയില്ല. നമ്മുടെ പ്രോജക്റ്റിൽ അങ്ങനെയല്ല. നമ്മുടെ പ്രോജക്റ്റിൽ ഒരു വെർച്വൽ കോയിൻ ആണ്. ആ വെർച്വൽ കോയിൻ ഇതേ സിസ്റ്റത്തിൽ നിന്ന് വാങ്ങിക്കുന്നു, സിസ്റ്റത്തിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു. കാരണം അവിടെ നിങ്ങൾക്ക് തരാൻ പണമുണ്ട്, ആവശ്യത്തിനുള്ള ഫണ്ട് അവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ പുറത്ത് വേറൊരാൾക്ക് വിൽക്കുകയോ മറിച്ച് വിൽക്കുകയോ അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. വില കുറച്ച് വിൽക്കുകയോ ഒന്നും വേണ്ട. ആ നേരത്തെ എന്താണോ അതിന്റെ പ്രൈസ് ഉള്ളത്, നിങ്ങളുടെ കോയിന്റെ വില എന്താണോ ആ വില, അത്രയും വില തന്നെ 10% അവിടെ ഹോൾഡ് ബാക്ക് ഉണ്ടാവും. ദാറ്റ് ഇപ്പൊ ഞാനൊരു $100 വിൽക്കുകയാണെങ്കിൽ $90 നിങ്ങൾക്ക് കിട്ടും, $10 അവിടെ ഹോൾഡ് ബാക്ക് ആവും. ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഒരു ഹോൾഡ് ബാക്ക് ഉള്ളത്. സെല്ലിങ്ങിന്റെ സമയത്ത് മാത്രം നമുക്കൊരു ഹോൾഡ് ബാക്ക് ഉണ്ട്. ബാക്കി നിങ്ങൾ ഇതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള കമ്മീഷൻസ് ഒക്കെ എടുക്കുമ്പോൾ ഒരു ഡിഡക്ഷൻ പോലും ഉണ്ടാവുന്നതല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ 35% കോയിൻ അവിടെ വെച്ചിട്ട് തൊട്ടടുത്ത ട്രാൻസാക്ഷൻ മുതൽ അതിന്റെ പ്രൈസ് പതുക്കെ കൂടാൻ തുടങ്ങും. ഓക്കെ, ഇനി എപ്പോഴാണോ നിങ്ങൾക്ക് അത് പ്രോഫിറ്റബിൾ ആയിട്ട് തോന്നുന്നത് ആ സമയത്ത് നിങ്ങൾ കൊടുക്കാം. എന്തായാലും നിങ്ങൾ പ്രോഫിറ്റിൽ എത്തും എന്നുള്ളത് ഷുവർ ആണ്. ഈ കമ്മ്യൂണിറ്റി സ്ട്രോങ് ആയിട്ട് വരുന്തോറും ഇതിന്റെ ട്രാൻസാക്ഷന്റെ സ്പീഡ് കൂടും. ഓരോ ട്രാൻസാക്ഷനിലും ഇപ്പൊ നമുക്ക് ഒരു ദിവസം 10 ട്രാൻസാക്ഷൻ ആണെങ്കിൽ 10 തവണ ഇതിന്റെ പ്രൈസ് കൂടും. 1000 ട്രാൻസാക്ഷൻ ആണെങ്കിൽ 1000 തവണ ഇതിന്റെ പ്രൈസ് കൂടും. അതിന് പ്രത്യേകിച്ച് ഒരു ലിമിറ്റ് ഇല്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കോയിൻ സെല് ചെയ്യാനായിട്ട് നമ്മളൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് 2 ലിമിറ്റുകളാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഒന്ന്, കോയിൻ സെല് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഞാനൊരു $100 വാങ്ങിച്ചിട്ടുള്ളത്, എനിക്ക് $200 കോയിൻസ് എനിക്ക് വിൽക്കാൻ പറ്റുള്ളൂ. ശരിക്കും എന്റെ കോയിന്റെ വില കയറി ചിലപ്പോൾ ഒരു $300 ഉണ്ടാവും. പക്ഷെ എനിക്ക് $200 ഇപ്പോൾ തൽക്കാലം എനിക്ക് വിൽക്കാൻ പറ്റുള്ളൂ. ഇനി കൂടുതൽ വിൽക്കണമെങ്കിൽ നമ്മളൊരു വാഹനത്തിൽ പെട്രോൾ അടിക്കുന്ന പോലെയാണ്. ഞാൻ ഇത്ര കിലോമീറ്റർ എനിക്ക് ഓടാനുണ്ട്, ഞാൻ ഫുൾ ടാങ്ക് അടിച്ചു, അത് ഇത്ര കിലോമീറ്റർ ഓടിയുള്ളൂ, ഇനിയും മുന്നോട്ട് എനിക്ക് ഓടണമെങ്കിൽ വീണ്ടും ഞാൻ പെട്രോൾ അടിക്കണം എന്ന് പറഞ്ഞ പോലെ ഇവിടെയും നമുക്ക് ലിമിറ്റ് കൂട്ടണമെങ്കിൽ കൂടുതൽ വാങ്ങിച്ചാൽ നമുക്ക് ലിമിറ്റ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ കമ്മീഷൻസും അതുപോലെ നമ്മൾ ടീം ബിൽഡ് ചെയ്യുമ്പോഴുള്ള കമ്മീഷൻസും 3x നിൽക്കുന്നത്. അപ്പോൾ $100 ചെയ്തിട്ടുള്ള ഒരാൾക്ക് $300 വരെ കമ്മീഷൻ എടുക്കാൻ പറ്റും. കൂടുതൽ ചെയ്യണമെങ്കിൽ അയാൾ വീണ്ടും കോയിൻ വാങ്ങിക്കണം. കോയിൻ വാങ്ങിക്കുമ്പോൾ വീണ്ടും ലിമിറ്റ് കൂടും. നമ്മൾ ഓരോ തവണ പെട്രോൾ വാങ്ങിക്കുമ്പോൾ വീണ്ടും നമുക്ക് പോകാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ വീണ്ടും കണ്ടിന്യൂസ്. അപ്പൊ ഈ സിസ്റ്റത്തിൽ വീണ്ടും ട്രാൻസാക്ഷൻസിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതൊരു ലൈഫ് ലോങ് സൈക്കിൾ ആയിട്ട് ഇത് പോയിക്കൊണ്ടിരുന്നോളൂ. ഒരു വ്യക്തി ഇതിനകത്തേക്ക് ജോയിൻ ചെയ്ത് വരുമ്പോൾ 2 തരത്തിലുള്ള വരുമാനമാണ് ബേസിക്കലി. വിത്തൗട്ട് ഒരു ടീം ചെയ്യാൻ താല്പര്യമില്ല എങ്കിലും ആ വ്യക്തിക്ക് 2 തരത്തിലുള്ള വരുമാനത്തിന് എലിജിബിൾ ആണ്. ഒന്ന്, ആ വ്യക്തി ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ 35% കോയിൻസ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അത് അവിടുന്ന് മുതൽ അതിന്റെ പ്രൈസ് പതുക്കെ കയറി തുടങ്ങും. 2, ഒരു പൂളാണ്, അതൊരു ഡെയിലി ഇൻകം പോലെയാണ്. ഡെയിലി ഇൻകം ഒരു ഷെയർ ആണ് കിട്ടുന്നത്. ഓക്കെ, അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഓരോ ദിവസം 24 മണിക്കൂറിൽ ഉച്ചയ്ക്ക് 1:30 മണി മുതൽ, ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ ഉച്ചയ്ക്ക് 1:30 മണി മുതലാണ്, ദുബായിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ UAE വെച്ച് നോക്കുകയാണെങ്കിൽ 12 മണി ഉച്ചയ്ക്ക് ഒരു കാൽക്കുലേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ആ കാൽക്കുലേഷനിൽ നമുക്ക് ടേൺ ഓവറിൽ ഇതിൽ 4% എന്നാണ് കാണിച്ചേക്കുന്നത്. ആക്ച്വലി അത് 5% ആണ്. സോറി, അത് മിസ്റ്റേക്ക് ആണത്. നമ്മളൊരു ടേൺ ഓവർ 24 മണിക്കൂറിൽ നടക്കുന്ന ടേൺ ഓവറിന്റെ 5% എടുത്ത് 5% $100, $500, $1000 മാത്രം ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും. ഈ അവർ പ്രൊപ്പോർഷനേറ്റ് ഉണ്ട്. ഇപ്പോൾ $100 ചെയ്യുന്ന ആൾക്ക് 1 പോയിന്റിന്റെ ഈക്വൽ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. $500 ചെയ്തിട്ടുള്ള ആൾക്ക് 5 പോയിന്റിന്റെ ഈക്വൽ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. 1000 ചെയ്തിട്ടുള്ള ആൾക്ക് 10 പോയിന്റിന്റെ ഈക്വൽ ആയിട്ടുള്ള USDT ആണ്. USDT ആയിട്ടാണ് ഇവിടെ, കോയിൻസ് ആയിട്ടല്ല കിട്ടുന്നത്, ഇവിടെ USDT ആയിട്ടാണ് കിട്ടുന്നത്. അപ്പൊ അത് എന്ന് വരെ കിട്ടുമെന്നൊരു ചോദ്യം ഉണ്ടാവും. അത് 100-ന് 100-ഉം 500-ന് 500-ഉം 1000-ന് 1000-ഉം ആയി കഴിഞ്ഞാൽ ഇത് സ്റ്റോപ്പ് ആവും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ക്യാപിറ്റൽ തിരിച്ചു കിട്ടുകയും ചെയ്യും, പ്ലസ് നിങ്ങളുടെ കയ്യിൽ കോയിൻസും ഉണ്ട്.
കോയിൻസ് എത്ര വില വേണമെങ്കിലും പോവാം, കുഴപ്പമൊന്നുമില്ല. എപ്പോഴാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ താല്പര്യമുള്ള സമയത്ത് നിങ്ങൾക്ക് കോയിൻ സെല് ചെയ്ത് അവിടുന്ന് നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കും. അപ്പൊ നിങ്ങൾക്ക് പ്രിൻസിപ്പളും കിട്ടും, നിങ്ങൾക്ക് പ്രോഫിറ്റ് വേറെയും കിട്ടും. ഓക്കെ, ഇനി ഇതല്ലാതെ ഇത് പ്രൊമോട്ട് ചെയ്താൽ എന്താണ് ഗുണം? അതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചോദ്യം. കാരണം ഇത് പ്രൊമോഷനിലേക്ക് ആൾക്കാർ വരണമെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള വരുമാനം വേണം. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിന്റെ പ്രൊമോഷനിൽ നമ്മൾ ഇത് കഴിഞ്ഞ ദിവസം വരെ ഇതിന്റെ പെർസെന്റേജുകൾ കുറച്ച് വ്യത്യാസമായിരുന്നു. നമ്മൾ ആ പെർസെന്റേജുകളെല്ലാം കറക്റ്റ് ചെയ്തു. ഇന്നലെ മുതൽ നമ്മൾ ഈ പറയുന്ന പുതിയ രീതിയിലാണ് നമ്മൾ വരുന്നത്. അപ്പൊ ഇവിടെ വളരെയധികം ബെനിഫിറ്റ് ഉണ്ട്. നേരത്തെ 4% ഉണ്ടായിരുന്നു, ഇപ്പൊ 10% ആക്കിയിട്ടുണ്ട് ഫസ്റ്റ് ലെവൽ ഇൻകം. സെക്കൻഡ് ലെവൽ ഇൻകം 4% എന്നുള്ളത് 5% ആയിട്ട് നമ്മൾ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് കറക്ഷൻസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു 48%, 52% നമുക്ക് ലിക്വിഡിറ്റിയിലേക്ക് പോകും. ബാക്കിയുള്ള 48% നിന്നാണ് ഈ പറയുന്ന കാൽക്കുലേഷൻസ് ഒക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തുടക്കക്കാരൻ ഒരാളെ കൊണ്ടുവരുമ്പോൾ തന്നെ 10% ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇൻകം. അത് വളരെ വളരെ എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. കാരണം അതൊരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആണ്. ഈ ഇൻഡസ്ട്രിയിൽ ഏത് ബിസിനസ് പ്രോജക്റ്റ് ചെയ്യുകയാണെങ്കിലും നമുക്കൊരു 10% ആവറേജ് ഒരു റെഫറൽ ഇൻകം ഉണ്ടാവും. ഫസ്റ്റ് ലെവലിൽ നിന്ന് 10%, സെക്കൻഡ് ലെവലിൽ നിന്ന് 5% നമുക്ക് കിട്ടും. തുടർന്ന് അങ്ങോട്ട് തേർഡ് ലെവൽ മുതൽ അൺലിമിറ്റഡ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ലെവൽ ഡെപ്തിലേക്ക് നമുക്ക് ഇൻകം കിട്ടണമെങ്കിൽ നമുക്ക് 4 റാങ്കുകളുണ്ട്. ആ റാങ്കിന്റെ ബേസിസിൽ നമുക്ക് 5 to 20% ആണ് നമുക്ക് എക്സ്ട്രാ ഈ പറയുന്ന ലെവൽ ഇൻകത്തിന്റെ പുറത്തായിരിക്കും നമുക്ക് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പോ റാങ്ക് അച്ചീവ് ചെയ്ത സമയത്ത് എന്റെ ഫസ്റ്റ് ലെവലിൽ ഒരു ബിസിനസ് പുതിയത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ 10% പ്ലസ് റാങ്കിന്റെ പെർസെന്റേജ് എന്താണോ അതുകൂടി എക്സ്ട്രാ കിട്ടും. അപ്പൊ അത് മാക്സിമം ഒരു 30% വരെ ഫസ്റ്റ് ലെവലിലെ ഇൻകത്തിന് പോവാം എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അതുപോലെ തന്നെ 4% ഗ്ലോബൽ ഷെയർ ഇതിന്റെ ഗോൾഡ്, എമറാൾഡ്, ഡയമണ്ട് എന്ന് പറയുന്ന റാങ്കുകളിലേക്കും ഷെയർ ചെയ്യുന്നുണ്ട്. 3% ആക്ച്വലി ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അതിൽ. ആ 3% എമൗണ്ട് ഡെയിലി ടേൺ ഓവറിന്റെ 3% എമൗണ്ട് ഇതിലെ റാങ്ക് അച്ചീവേഴ്സിന് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ ഇതിൽ റാങ്കുകൾ അച്ചീവ് ചെയ്യാനുള്ള ക്രൈറ്റീരിയാസ് പറഞ്ഞുതരാം. ഇതിലിപ്പോ സിൽവർ റാങ്ക് ആണ് ഫസ്റ്റ് വരുന്നത്. അത് നമ്മൾ 5 ഡയറക്റ്റ് ആണ് അതിന്റെ റിക്വയർമെന്റ് ഉള്ളത്. 5 ഡയറക്റ്റും $500 ആണ് ഡയറക്റ്റ് വോളിയം വേണ്ടത്. അതായത് നമ്മൾ കൊണ്ടുവരുന്ന 5 പേരും കൂടെ $500 ബിസിനസ് അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടാവണം. നമ്മൾ പേഴ്സണലി ഒരു $100 ബിസിനസ് നമ്മൾ ചെയ്തിട്ടുണ്ടാവണം. പോരാത്തിന് ടീം വോളിയം ഒരു $5000 ആയിട്ടുണ്ടാവണം. നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ലെവലിൽ തന്നെ 5 പേരെ കൊണ്ട് $1000 ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ $5000 ആയി. അല്ലെങ്കിൽ ഫസ്റ്റ് ലെവലും സെക്കൻഡ് ലെവലും കൂടിയിട്ട് $5000 ആയാലും നിങ്ങൾ ഈ പറയുന്ന റാങ്ക് എത്തും. പക്ഷെ ഫസ്റ്റ് ലെവലിൽ നമ്മൾ $500 5 ഡയറക്റ്റും എന്നുള്ളത് നിർബന്ധമാണ്. ഓക്കെ, അവിടെ കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ലെവലിലേക്ക്, പിന്നെ അവിടുന്ന് താഴേക്ക് എത്ര ഡെപ്തിൽ പോയാലും സെയിം സിൽവർ റാങ്ക് ഇല്ലാത്ത എല്ലാ ലെഗുകളിലും നമുക്ക് 5% വെച്ചിട്ട് ഓരോ ഡെപ്പോസിറ്റ് എമൗണ്ടിനും റീഡെപ്പോസിറ്റ് എമൗണ്ടിനും 5% വെച്ചിട്ട് അൺലിമിറ്റഡ് ഡെപ്തിലുണ്ടാവും. ഓക്കെ, സെയിം ടു സെയിം റാങ്ക് വരുമ്പോൾ നമുക്ക് ആ റാങ്കിന്റെ വോളിയം, ആ വ്യക്തിയുടെ വോളിയം നമ്മൾക്ക് അടുത്ത റാങ്കിലേക്കുള്ള ഒരു സപ്പോർട്ടിംഗ് ആണ്. അടുത്ത റാങ്ക് എന്ന് പറയുന്നത് ഗോൾഡ് റാങ്ക് ആണ്. അവിടെ ടീം വോളിയം നമുക്ക് വേണ്ടത് 25,000 ആണ്. പ്ലസ് 2 സിൽവർ ലെഗുകളും കൂടി നമ്മുടെ ടീമിൽ വേണം. ഇവിടെ പിന്നെ ഡയറക്റ്റ് മെമ്പേഴ്സിന്റെ എണ്ണത്തിൽ ഒന്നും പറയുന്നില്ല. നമുക്ക് 5 ഡയറക്റ്റ് തന്നെ മതിയാവും. പക്ഷെ അതിൽ 2 സിൽവർ ലെഗെങ്കിലും വേണം. അപ്പൊ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള 2 ലെഗ് വേണം. ചെറിയ ഒരു 3 അല്ലെങ്കിൽ അതിൽ കൂടുതലോ, എത്ര ലെഗ് വേണമെങ്കിലും നമുക്ക് കിട്ടാം. പക്ഷെ മിനിമം റാങ്ക് ക്രൈറ്റീരിയക്ക് നമുക്ക് ആവശ്യം 5 ഡയറക്റ്റും $500 വോളിയമാണ്. അത് എല്ലാ റാങ്കിലും സെയിം തന്നെയാണ്. അപ്പൊ നമുക്ക് അത്രയും എത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ ഡയറക്റ്റിന്റെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ടീമിന്റെ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ മതി. ഗോൾഡ് റാങ്ക് എത്താനായിട്ട് നിങ്ങൾക്ക് ആകെ ആവശ്യം $25,000 ആണ്. നമുക്ക് നേരത്തെ ഇത് നമ്മൾ തുടങ്ങിയപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല. ഈ ക്രൈറ്റീരിയ നമുക്ക് $10,000 ആയിരുന്നു സിൽവർ ആവാൻ വേണ്ടിയിട്ട്. നമ്മളത് കുറച്ച് $5,000 ആക്കിയിട്ടുണ്ട്. അതുപോലെ ഗോൾഡ് റാങ്കിൽ 40,000 ആയിരുന്നത് നമ്മൾ കുറച്ച് 25,000 ആക്കിയിട്ടുണ്ട്. 2 സിൽവർ ലെഗും വേണം. വേറെ ക്രൈറ്റീരിയ ഒന്നും പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ഗോൾഡ് റാങ്ക് ആയിക്കഴിഞ്ഞാൽ 10% അൺലിമിറ്റഡ് ഡെപ്തിലേക്ക്. ഡയറക്റ്റ് ലെഗ്, റാങ്കുകളില്ലാത്ത ലെഗുകളിലെല്ലാം 10%, റാങ്കുകളുള്ള ലെഗിലാണെങ്കിൽ ഇപ്പോൾ ഒരു ഗോൾഡിന്റെ താഴെ ഒരു സിൽവർ ഉണ്ടെങ്കിൽ ആ സിൽവറിന് 5%, അയാളുടെ ടീമിൽ നിന്ന് 5% ആണ് നമുക്ക് കിട്ടുക. 5% അദ്ദേഹത്തിന് പോകും. അത് ആ ഡിഫറൻഷ്യൽ കമ്മീഷനാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ അടുത്ത റാങ്ക് എന്ന് പറഞ്ഞാൽ എമറാൾഡ് ആണ്. അഗൈൻ 2 ഗോൾഡ് വേണം. 2 ഗോൾഡ് ഫ്രം ഡിഫറെന്റ് ലെഗ്സും വേണം. $1,00,000 വേണം. നേരത്തെ ഇത് $1,60,60,000 ആയിരുന്നു. ഇപ്പോ
നമുക്കത് 1 ലക്ഷമായിട്ട് നമ്മൾ കുറച്ചിട്ടുണ്ട്. വേറെ ക്രൈറ്റീരിയകളൊന്നും പ്രത്യേകിച്ചില്ല. 15% ആ ഒരു എമറാൾഡ് റാങ്കിന്റെ ബെനിഫിറ്റ്. അപ്പൊ നമ്മൾ ഡയറക്റ്റ് നമുക്ക് റാങ്ക് ഇല്ലാത്ത ഒരു ലെഗിലാണെങ്കിൽ ത്രൂ ഔട്ട് നമുക്ക് 15% അൺലിമിറ്റഡ് ഡെപ്തിലേക്ക് കിട്ടുന്നത്. റാങ്കുകളുള്ള അപ്പൊ ഗോൾഡോ അല്ലെങ്കിൽ സിൽവറോ ഉള്ള ലെഗിൽ നമുക്ക് ആ ഡിഫറൻഷ്യൽ ആയിരിക്കും കിട്ടുന്നത്. സിൽവർ ആണെങ്കിൽ സിൽവറിന് 5% കൊടുക്കണം, ബാലൻസ് 10 നമുക്ക് കിട്ടുന്നത്. ഗോൾഡ് ആണെങ്കിൽ ഗോൾഡിന് നമ്മൾ കൊടുക്കുന്നത് 10%, ബാലൻസ് 5% ആയിരിക്കും നമുക്ക് വരുന്നത്. എമറാൾഡ് ആണ് ഒരു ലെഗിൽ വരുന്നതെങ്കിൽ ആ എമറാൾഡ് ടു എമറാൾഡ് നമുക്ക് ആ ഒരു എമറാൾഡിന്റെ ഡെയിലി റീപർച്ചേസ് അയാൾക്ക് ഉണ്ടാവും. എമറാൾഡിന്റെ കമ്മീഷൻസ് വളരെ കൂടുതലായതുകൊണ്ട് അയാൾക്ക് ഡെയിലി ടേൺ ഓവറിൽ അയാൾക്ക് 3x ലിമിറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം വീണ്ടും 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 റീപർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ആ റീപർച്ചേസ് ചെയ്യുന്ന എമൗണ്ടിന്റെ 15% അതിന് മുകളിൽ ഇരിക്കുന്ന എമറാൾഡിനായിരിക്കും കിട്ടുന്നത്. അപ്പൊ അത് വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. ഓക്കെ, അതിനുശേഷം പിന്നെ അടുത്ത റാങ്ക് വരുന്നത് ഡയമണ്ട് റാങ്ക് ആണ്. ഡയമണ്ട് റാങ്കിന്റെ ക്രൈറ്റീരിയ മാറിയിട്ടില്ല. നമ്മൾ ഈ PDF ചെയ്തപ്പോൾ ക്രൈറ്റീരിയ മാറിയിട്ടില്ല, അത് എററാണ്. അവിടെ ക്രൈറ്റീരിയ ഇല്ല. 10,000 ഡയറക്ട് വോളിയം നമ്മൾ എടുത്തു കളഞ്ഞു. നേരത്തെ അത് ഉണ്ടായിരുന്നു, അത് നമ്മൾ എടുത്തു കളഞ്ഞു. ഇപ്പൊ ആവശ്യം നമുക്ക് 2 എമറാൾഡ് ലെഗുകൾ വേണം, ഡിഫറെന്റ് ലെഗുകൾ വേണം. അതുപോലെ 6,40,000 എന്നുള്ളത് $5 ലക്ഷം നമ്മൾ കുറച്ചിട്ടുണ്ട്. അപ്പൊ വളരെ 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 സിമ്പിൾ ആണ് ഇതിന്റെ ഈ പറയുന്ന റാങ്കുകളെല്ലാം ചെയ്യാൻ. 20% ആണ് അൺലിമിറ്റഡ് ലെവലിൽ. അപ്പൊ ഫസ്റ്റ് ലെവലിൽ ഒരു വ്യക്തി നമ്മൾ ഡയമണ്ട് ആയതിനു ശേഷം നമ്മളൊരു വ്യക്തിനെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ലെവൽ ഇൻകം ആയിട്ട് നമുക്ക് 10% കിട്ടും, പ്ലസ് റാങ്ക് ഇൻകം ആയിട്ട് നമുക്ക് 20%. അപ്പൊ ടോട്ടൽ 30% ആണ്. ഒരു വ്യക്തി ഒരു $1,000 ചെയ്താൽ $300 ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇനിയിപ്പോ ഡയമണ്ടിന്റെ താഴെ ഒരു ഡയമണ്ട് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ആക്ച്വലി ആ ഡയമണ്ടിന്റെ ടീമിൽ നിന്ന് നമുക്ക് ബെനിഫിറ്റ് ഇല്ലെങ്കിലും ഈ ഡയമണ്ട് എന്ന വ്യക്തിയുടെ ഒരു ആവറേജ് ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് $5,000 to $10,000 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ $5,000 to $10,000 എന്ന് പറയുമ്പോൾ 3x ലിമിറ്റിൽ വരുമ്പോൾ 3 ഇരട്ടി, അല്ലെങ്കിൽ 1/3 ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് അയാൾക്ക് 3 ഇരട്ടി എടുക്കാൻ പറ്റുന്നത്. അപ്പൊ 10,000 എടുക്കണമെങ്കിൽ അയാൾക്ക് ഒരു $3,000 $3,500 എങ്കിലും ഇൻവെസ്റ്റ് ചെയ്താലാണ് 10,000 ഡെയിലി അയാൾക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഈ 3,500ന്റെ 20% സ്ട്രേറ്റ് അവേ പോകുന്നത് അതിന്റെ മുകളിലുള്ള ഡയമണ്ടിനായിരിക്കും. അപ്പൊ 3,000ന്റെ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $600. എല്ലാ ദിവസവും $600 വെച്ചിട്ട് ആ വ്യക്തിയിൽ നിന്ന് മാത്രം കിട്ടിയിട്ടുണ്ട്. ഡയമണ്ടിന്റെ ടീമിൽ നിന്ന് കിട്ടില്ല, പക്ഷെ ഡയമണ്ടിൽ നിന്ന് കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ താഴെ ഒരു ഗോൾഡ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും കിട്ടും. മനസ്സിലായില്ല? ഇപ്പൊ ഇതാണ് ഈ ഒരു ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള, നമുക്ക് വേറെ വലിയ ക്രൈറ്റീരിയകളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ട് ഏറ്റവും സിംപിളസ്റ്റ് ഫോർമാറ്റിൽ ഒരു പ്രോജക്റ്റ് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ ചിന്തിച്ചത്. ഒട്ടും ടഫ്നെസ് ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യാം, ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യാം. ഒരു തരത്തിലും നമുക്ക് ഈ പ്രോജക്റ്റിനെ സ്കാം ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് പോകേണ്ട ഒരു പ്രോജക്റ്റ് ആണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് പോകും. അപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ എല്ലാവരും ഇതിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും. വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു രീതിയിൽ നല്ല രീതിയിൽ ഇൻകം വന്നിട്ട് നല്ല രീതിയിൽ സെറ്റിൽ ആവാനായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണിത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ പ്രോജക്റ്റിന്റെ ഉള്ളത്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷൻസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമുക്ക് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ ടെക്നിക്കൽ ആയിട്ടുള്ള സെഷൻസ് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എനിക്ക് ഇതിന്റെ ഒരു ഫീഡ്ബാക്ക് കുറച്ച് പേരുടെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഒന്ന് ഹാൻഡ്സ് റേസ് ചെയ്താൽ മതി, ചോദിച്ചോളൂ. വൺ ബൈ വൺ ആയിട്ട് ചോദിക്കണം. അപ്പൊ ഓൾറെഡി ഞാനിപ്പോ ആർക്കും കാര്യമായിട്ട് ചോദ്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഓൾറെഡി ഇപ്പൊ നമ്മുടെ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുള്ള കുറെ മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഒരു ഫീഡ്ബാക്ക് എനിക്ക് മെയിൻ ആയിട്ട് ഇപ്പൊ ഞാനായിട്ട് ഡയറക്ട്ലി വന്നിട്ടുള്ള പല ലീഡേഴ്സും ഇതിനകത്തുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഒരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയാൽ, ഫസ്റ്റ് ഞാൻ മജീദ് സാറിനെ വിളിക്കുന്നു. പെരുമ്പാവൂരിൽ നിന്ന് മജീദ് സാർ ഉണ്ട്. മജീദ് സാറെ, ഒന്ന് സാറിന്റെ ഒരു ഫീഡ്ബാക്ക് ഒന്ന് തരൂ. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. വളരെ നല്ലൊരു പ്രസന്റേഷൻ ശിവദാസ് സാർ അവതരിപ്പിച്ചു കഴിഞ്ഞു. നമ്മളെല്ലാവരും കേട്ടു, മനസ്സിലാക്കി കഴിഞ്ഞു. ഏറ്റവും സിമ്പിളായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രൂപം അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. തീർച്ചയായും വലിയ മാറ്റങ്ങളാണ് ഇന്ന് മുതൽ നമ്മുടെ കയ്യിലേക്ക് വന്നിരിക്കുന്നത്. ഏത് മേഖലയിൽ ഇൻവോൾവ് ആയാലും നമ്മുടെ എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് പണം തന്നെയാണ്. പണം കൈവശം എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക്
പണമുള്ളവരിൽ നിന്ന് മാത്രമേ എത്തുള്ളൂ എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. പണമുള്ളവരിൽ നിന്ന് ആ പൈസ നമ്മളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായ ഒരു പ്രൊഡക്റ്റോ സർവീസോ നമ്മൾ എത്തിച്ചു കൊടുക്കണം. തീർച്ചയായും ടെതർ ഓഷ്യൻ എന്ന ആ പ്രൊഡക്റ്റിനെ നമുക്ക് കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ അവരും നമ്മളും ഒരുപോലെ ഹാപ്പിയായി മാറുന്ന ഒരു പ്രൊജക്റ്റാണ്. വളരെ ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും സിംപ്ലിഫൈ ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ബിസിനസ് ആശയം നമ്മുടെ മുമ്പിൽ ടെതർ ഓഷ്യൻ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇനി യൂസ് ചെയ്യുക, വളരെ വലിയ അച്ചീവ്മെന്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യം മാത്രമായിരിക്കണം നമ്മുടെ മുമ്പിലുള്ളത്. തീർച്ചയായും ഞാൻ ആ ലക്ഷ്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു. താങ്ക് യു സർ. രാജീവ് സർ. ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. രാജീവാണ്, പാലക്കാടാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ മനസ്സിലാക്കേണ്ടത് നമ്മൾ ടെക്നോളജി അഡ്വാൻസ് ചെയ്യുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത്. എന്ത് തന്നെയായാലും ബ്ലോക്ക് ചെയിനും അല്ലെങ്കിൽ സ്മാർട്ട് കോൺട്രാക്ട് അല്ലെങ്കിൽ അതുമാതിരി ബ്ലോക്ക് ചെയിൻ മാതിരി ഡീസെൻട്രലൈസ് ഫിനാൻസിങ്, ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ എന്താണെന്നുള്ള വ്യക്തമായി മനസ്സിലാക്കിയിട്ട് അത് സ്കാമിലോട്ട് പോവാത്ത പ്രോജക്റ്റ് അത് ആണ് ഇപ്പൊ ഇത് പ്രത്യേകമായി തന്നിട്ടുള്ളത്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ച് ഡീസെൻട്രലൈസ് ഫിനാൻസിങ്ങിലൂടെ നമുക്കൊരു കമ്മ്യൂണിറ്റിയിൽ എങ്ങനെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരെയും പരസ്പരം ഹെൽപ്പിംഗ് പ്ലാറ്റ്ഫോം പോലെ തന്നെ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള നല്ലൊരു ചാൻസ് ആണ് തന്നിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്ലാൻ ആണ്. 2 ലെവല് 4 റാങ്ക്. പിന്നെ ഇതിലെ പാസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനടക്കം 2 ഇൻകം ഉണ്ട്. കോയിന്റെ വില കൂടുന്ന അപ്രീസിയേഷൻ, പ്രൈസ് അപ്രീസിയേഷൻ വരുന്ന ഒരു ഇൻകം പാസീവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പൂൾ ഷെയർ 100, 500, 1000 ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് 5% ഡെയിലി ടോട്ടൽ ഈ പ്ലാറ്റ്ഫോമിലെ ഡെയിലി ടേൺ ഓവറിന്റെ 5% ആ പോയിന്റ് വൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ അത് വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ആണ്. ഇത് 100% ഡീസെൻട്രലൈസ്ഡ് ആണ്. സ്മാർട്ട് കോൺട്രാക്ട് വെരിഫൈഡ് ആണ്. നമ്മുടെ ബാക്ക് ഓഫീസിൽ തന്നെ നമുക്ക് സ്മാർട്ട് കോൺട്രാക്റ്റിലേക്ക് ആക്സസ് തന്നിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് എല്ലാ ട്രാൻസാക്ഷൻസും നോക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇത് ഓഡിറ്റഡ് കൂടിയാണ് സ്മാർട്ട് കോൺട്രാക്ട്. അപ്പോൾ ധൈര്യപൂർവ്വം 52% എപ്പോഴും ലിക്വിഡിറ്റി അവിടെ ഉണ്ടായിരിക്കും ഓരോ ബൈ നടക്കുമ്പോഴും. അതേസമയം സെല്ല് നടക്കുമ്പോൾ അത് ബേൺ ചെയ്ത് പോവുകയും ചെയ്യുന്നു. നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ ഫൈനൽ ലിക്വിഡിറ്റി ഡിവൈഡഡ് ബൈ ഫൈനൽ സപ്ലൈ ഓഫ് കോയിൻ, അതാണ് കറന്റ് പ്രൈസ് വരിക. ഫൈനൽ ലിക്വിഡിറ്റി ഡിവൈഡഡ് ബൈ ഫൈനൽ സപ്ലൈ, കോയിൻ സപ്ലൈ. അപ്പൊ എപ്പോഴും അത് നോക്കുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ട്, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു $1000 ആണ് ലിക്വിഡിറ്റി എങ്കിൽ 1000 ഡിവൈഡ് ബൈ 1000 കോയിൻ ആണുള്ളതെങ്കിൽ ₹1. അതേസമയത്ത് ഒരാൾ ബൈന് വരികയാണെങ്കിൽ അവിടെ വീണ്ടും 52 കൂടും, 1052 ആവും ലിക്വിഡിറ്റിയിൽ. ഒരു $100 വെച്ച് ബൈ ചെയ്യുമ്പോൾ 1052 ഡിവൈഡ് ബൈ 1035 കോയിൻസ് ആണ്. ഒരു രൂപ വെച്ച് കൊടുക്കുമ്പോൾ 35 കോയിൻസ് ആണ് കിട്ടുക. അപ്പൊ അടുത്ത പ്രൈസ് വന്നിട്ട് വീണ്ടും കൂടും. അതേപോലെ തന്നെ അതേ സമയത്ത് സെല്ലാണ് ഒരാൾ, സിസ്റ്റത്തിലുള്ള ആൾക്കാർക്ക് മാത്രമേ സെല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സിസ്റ്റത്തിൽ നിന്ന് ഒരാൾ സെൽ ഔട്ട് ചെയ്തിട്ട് മാറുകയാണെങ്കിലും പ്രൈസ് കൂടുകയാണ് ചെയ്യുക. കാരണം 10% അവിടെ ഡിഡക്ട് ചെയ്തിട്ട് ലിക്വിഡിറ്റിയിൽ വീണ്ടും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻ. കോയിൻ പ്രൈസ് എങ്ങനെ അപ്രീസിയേറ്റ് ചെയ്യുന്നു ബൈ ചെയ്യുമ്പോഴും സെല് ചെയ്യുമ്പോഴും എന്നുള്ളത്. ഈ 2-3 പോയിന്റ്സുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്ലാൻ വളരെ സിമ്പിൾ ആണ്. 2 ലെവല് 4 റാങ്ക്, പിന്നെ പാസീവായിട്ടും ആക്റ്റീവായിട്ടും നല്ല പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് ആണ്. അപ്പോൾ ടെതർ ഓഷ്യൻ സാർ പറഞ്ഞ പോലെ സ്റ്റെബിലിറ്റി ഇൻ വാസ്റ്റ്നെസ് ആണ് ഉദ്ദേശിക്കുന്നത്. വിശാലതയിൽ സ്റ്റെബിലിറ്റി ഇൻ വാസ്റ്റ്നെസ്, സ്ഥിരതയും വിശാലതയും. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാവരും കൂടി നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും മുന്നേറാൻ പറ്റും. നമ്മൾ വളരെ ഏർലി സ്റ്റേജുമാണ്. അപ്പൊ ഇതിലിപ്പോ മീറ്റിംഗിലുള്ള ഒരു 10-31 പേരുണ്ട്. എല്ലാവരും ഡയമണ്ടിലോട്ട് പോകേണ്ട ആളുകളാണ്. അപ്പോൾ എല്ലാവരും ഇത് ടേക്കപ്പ് ചെയ്തിട്ട് പരമാവധി നമുക്കും USDT സ്റ്റേബിൾ കോയിനിലാണ് വർക്ക് ചെയ്യുന്നത്. വളരെ പ്രത്യേകതപ്പെട്ട ആളാണ്. കാരണം എപ്പോഴും നമുക്ക് സ്റ്റേബിൾ കോയിൻ ആസ് ഗുഡ് ആസ് കറൻസി പോലെ തന്നെയാണ്. അപ്പോൾ ഇത്രമാത്രമാണ് പറയാനുള്ളത്. ബാക്കി അടുത്ത മീറ്റിങ്ങുകളിലൊക്കെ പറയാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ എല്ലാവർക്കും ഉപകാരമായിരിക്കും. പലരും വിട്ടുപോയിട്ടുള്ള ഡൗട്ട്സ് പുതിയ ആൾക്കാരുണ്ടെങ്കിൽ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ശിവദാസ, പ്രസന്റേഷൻ വളരെ നന്നായിരുന്നു. ഒരുവിധം എല്ലാ കാര്യങ്ങളും വ്യക്തവും ക്ലിയറും ആയിരുന്നു. താങ്ക് യു ഫോർ യുവർ വണ്ടർഫുൾ പ്രസന്റേഷൻ. താങ്ക് യു സർ. സുബ്രഹ്മണ്യൻ സർ, വയനാട്. സർ, ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്തോട്ടെ. മറ്റ് നമ്മളിപ്പോ ഡീസെൻട്രലൈസ് ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്തോട്ടെ. ചെയ്തോളൂ. ഓക്കെ, നമ്മളിപ്പോ പല പ്രൊജക്ടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ US ബേസ്ഡ്, UK ബേസ്ഡ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരിക്കൽ പോലും ഒരു ക്രിയേറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒരു പ്രൊജക്ട് നേരിട്ടിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഇതൊരു ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം ആണെങ്കിൽ കൂടി നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനോ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ എന്തെങ്കിലും ലാഗിങ്ങോ സിസ്റ്റത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാനും അത് അഡ്രസ് ചെയ്യാനായിട്ട് ഇവിടെ അഡ്മിൻ സപ്പോർട്ട് ഉണ്ട് നമുക്ക്. ഓക്കെ, അപ്പോൾ ഇത് എന്തുകൊണ്ട് നമ്മുടെ ഓൺ പ്രൊജക്ട് എന്നുള്ള ലെവലിൽ നമ്മുടെ നാട്ടിൽ നിന്ന്
ഉരുത്തിരിഞ്ഞിട്ടുള്ള ഒരു BTC ബിറ്റ്കോയിൻ പോലെ അതേ മൈൻഡ് സെറ്റോട് കൂട്ടിയിട്ട് വന്നിട്ടുള്ള ഒരു പ്രൊജക്ട് എന്നുള്ള ലെവലിൽ എല്ലാവരും ഇത് സീരിയസ് ആയിട്ട് ഇതിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക. എല്ലാവരും ഡു യുവർ ഓൺ റിസർച്ച്. ഇതിന്റെ മറ്റു കാര്യങ്ങളും സ്മാർട്ട് കോൺട്രാക്ട് അഡ്രസ് ഒക്കെ അവൈലബിൾ ആണ്. അതിന്റെ ഉള്ളിൽ കയറിയിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസും പഠിച്ചതിന് ശേഷം സ്വന്തമായിട്ട് ഒരു തീരുമാനത്തിലെത്തിയിട്ട് ടേക്ക് നമ്മൾ ഹൃദയത്തിലേറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും സുഖമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു സോ മച്ച്. സുബ്രഹ്മണ്യ സാർ. നമസ്കാരം. വളരെ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു ശിവദാസ് സാർ. എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ പുതിയ ആളുകൾ ഒരുപാട് പേര് ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഇത്രയും നല്ലൊരു പ്രൊജക്റ്റ് നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു. അതുപോലെ തന്നെ ഇത് നമ്മുടെ പ്രൊജക്റ്റ് ആണ് എന്ന് നമ്മുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ശിവദാസ് സാർ നമ്മുടെ മുമ്പിൽ പറഞ്ഞത്. കാരണം സാധാരണ നമ്മുടെ നാട്ടിൽ ഓരോ പ്രൊജക്റ്റുകൾ കൊണ്ടുവരുമ്പോൾ അത് അമേരിക്കൻ ബേസ് ആണ് അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ബേസ് ആണ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും സംസാരിക്കാറുള്ളത്. പക്ഷെ ഇത് നമ്മുടെ ഓൺ പ്രൊഡക്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് ഇന്ന് നമ്മളുടെ ഈ ഒരു മേഖലയിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റിയതും അതുപോലെ തന്നെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്ന വ്യക്തികൾക്കും അനുയോജ്യമായ ഒരു പ്ലാൻ കൂടിയാണ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഫെഡറേഷൻ എന്നുള്ളത് ഒരു ഇപ്പൊ സാറോട് പറഞ്ഞു, എല്ലാവരും ഇവിടെ വന്നിട്ടുള്ള 31 പേര് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ 31 പേരും അല്ലെങ്കിൽ 32 പേരും ഡയമണ്ട് ആവണം എന്നുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് നമ്മളെ സംബന്ധിച്ച് ഒരു കൂട്ടായ്മയോട് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു അച്ചീവ്മെന്റ് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ്. വണ്ടർഫുൾ പ്രസന്റേഷൻ ആണ് സാർ എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ബിഗിനറായിട്ട്, അതായത് ഇപ്പോൾ പുതിയതായിട്ടുള്ള ഈ ബിസിനസിന്റെ പ്ലാൻ കേൾക്കാൻ വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും അവർക്കും വ്യക്തമാകുന്ന രീതിയിലാണ് ഇന്ന് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ ഒരു ചോദ്യം സാറോട് ചോദിക്കുകയാണ്, കാരണം എല്ലാവർക്കും കൂടിയുള്ള ഒരു ചോദ്യം കൂടിയാണ്. സാറേ, ഏറ്റവും എൻ്റെ കസ്റ്റമർ ആയിട്ടുള്ള ഒരാൾ വരികയാണെങ്കിൽ മുമ്പിലേക്കുള്ള ബിസിനസ്സുകൾ ഒന്നും നടന്നിട്ടില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ചോദ്യമാണ് എൻ്റേത്. അതൊരു ആൻസർ കൂടി സാർ തരിക. ഞാനിതില് ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ ഈ മാർക്കറ്റിലെ കുറച്ച് പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ ആണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ്. ഞാനതിപ്പോ ധൃതി പിടിച്ചത് കാരണം ഞാൻ അതൊക്കെ പറയാൻ വിട്ടുപോയി. അപ്പൊ ഈ പ്രോജക്റ്റിലുള്ള മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോയിന്റെ വില ഒരിക്കലും താഴെ പോവില്ല. അത് മാർക്കറ്റിൽ ഓൾറെഡി ഉള്ള പ്രോബ്ലമാണ്. മാർക്കറ്റിൽ നിങ്ങൾ ഏതൊരു പ്രോജക്റ്റ് എടുത്താലും അതിനകത്തുള്ള കോയിന്റെ വില താഴേക്ക് അല്ലാണ്ട് മുകളിലേക്ക് പോകുന്ന കുറച്ച് ലോങ് ടേമിലേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മുകളിലേക്ക് പോവില്ല. അതിന്റെ സിസ്റ്റം ഇത്രേ ഉള്ളൂ. അതിന്റെ ലിക്വിഡിറ്റിയും അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് സപ്ലൈ എന്നുള്ള ഒരു സിസ്റ്റം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ സപ്ലൈ ഒരിക്കലും കോയിന്റെ സപ്ലൈ കുറയാതെ ഒരിക്കലും അതിന്റെ കോയിന്റെ പ്രൈസ് കൂടുന്നതല്ല. കാരണം ലിക്വിഡിറ്റി കൂടുകയും വേണം, കോയിന്റെ അളവ് കുറയും വേണം. ഇതാണ് ഫോർമുല. ഈ ഫോർമുലേനെയാണ് ഞങ്ങൾ കറക്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ അതൊരു പോയിന്റ്. രണ്ടാമതൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സാറ് ചോദിച്ച പോലെ ഏറ്റവും വലുത് നമ്മൾ ഏതൊരു മാർക്കറ്റിലും എല്ലാവരും ചോദിക്കുന്നത്, ഏതൊരു പ്ലാൻ വന്നാലും ഏതൊരു ബിസിനസ് പ്രോജക്റ്റ് വന്നാലും ചോദിക്കുന്നത് അവസാനത്തെ വ്യക്തിക്ക് എന്ത് സംഭവിക്കും. ഇത് തന്നെയാണ് എല്ലാവരും നമ്മളെ കളിയാക്കിക്കൊണ്ട് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രോജക്റ്റിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നമ്മളിപ്പോ 10,000-കണക്കിന് ആൾക്കാർ വന്നു അങ്ങനത്തെ ഒരു പോയിന്റിൽ നിൽക്കുന്ന സമയത്ത് ഒരു ലാസ്റ്റ് വ്യക്തി എപ്പോഴും ഉണ്ടല്ലോ. അപ്പൊ ഇന്ന് വൈകുന്നേരം ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കും ഇന്നത്തെ ലാസ്റ്റ് വ്യക്തി, നാളെ ചെയ്തിട്ടുള്ള ആളായിരിക്കും നാളത്തെ ലാസ്റ്റ് വ്യക്തി. അപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ദിവസം ഒരു ലാസ്റ്റ് വ്യക്തി ജോയിൻ ചെയ്യുമ്പോൾ നമ്മളിവിടെ ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 35% മിനിമം അയാളുടെ കോയിൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വിറ്റ് കഴിഞ്ഞാൽ അയാൾക്ക് 35% വാല്യൂ അവിടെ ഉണ്ട്. അപ്പൊ 100 ചെയ്യുന്ന ആൾക്ക് 35 ഓൾറെഡി കയ്യിൽ കിട്ടുന്നുണ്ട്. അപ്പൊ പല ഇൻവെസ്റ്റ്മെന്റ് സിസ്റ്റത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും 1% വെച്ചിട്ട് 100 ദിവസം അല്ലെങ്കിൽ 200 ദിവസം അല്ലെങ്കിൽ 500 ദിവസം എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് മിനിമം ഒരു 35 ദിവസം പോയാലാണ് 35% കിട്ടുള്ളൂ. ഇവിടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് 35% നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള ഗ്രോത്ത് ആണ്. ചിലപ്പോ ഇത് 1 മാസം കൊണ്ട് തന്നെ ഇരട്ടിയാവാം, ചിലപ്പോ 2 മാസം എടുക്കാതിരിക്കാം. ട്രാൻസാക്ഷന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് നമ്പർ ഓഫ് ഡേയ്സ് വളരെയധികം കുറയും. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ പ്രോഫിറ്റിൽ വരും. എന്ത് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മാത്രമേ അതിൽ തൊടാൻ പറ്റുള്ളൂ. കമ്പനിക്ക് പോലും നിങ്ങളെ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രോമിസ് ഉള്ളത്. അപ്പോ ഇപ്പൊ നമ്മൾ ലാസ്റ്റിൽ ഇന്ന് രാത്രി വരുന്ന ഒരാളാണ്. ഇന്ന് രാത്രി ഒരു 11 മണിക്ക് ജോയിൻ ചെയ്തു. 12 മണിയാകുമ്പോൾ ഇന്ത്യ ഗവൺമെന്റ് എങ്ങാനും പറയാണ് ഇന്ന് രാത്രി മുതൽ ക്രിപ്റ്റോ കറൻസി പാടില്ല എന്ന് പറഞ്ഞാൽ അത് കേട്ടിട്ടുള്ള കുറച്ച് വ്യക്തികൾ ചിലപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ ഉണ്ടാവാം. ഒരു 100 പേര് കേട്ടണം എന്ന് വിചാരിക്കാം. അപ്പൊ ഈ 100 പേരേലും നല്ല രീതിയിൽ കോയിൻസ് ഉള്ള സമയമാണ്. അപ്പൊ അതുകൊണ്ട് എന്താ അവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഓൾറെഡി ഉണ്ട്. അവരുടെ കോയിനൊക്കെ നല്ല പ്രൈസിൽ നിൽക്കുന്ന നേരത്തെ അവരവരുടെ കോയിൻസ് വിൽക്കാൻ തുടങ്ങും. ഈ ലാസ്റ്റ് വന്ന വ്യക്തികൾ ചിലപ്പോൾ വിവരം അറിഞ്ഞിട്ടും കൂടി ഉണ്ടാവില്ല. ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അറിയുന്നത്.
അപ്പൊ അതിനു മുന്നേ തന്നെ ചിലപ്പോൾ 100 കണക്കിന് ആൾക്കാർ, 10,000-ൽ 100 ആൾക്കാരെങ്കിലും അവരുടെ കോയിൻസ് ആദ്യമേ തന്നെ വിറ്റ് അവർക്ക് കിട്ടുന്ന പൈസ എടുത്ത് ഓടിക്കളയാൻ നോക്കും. അത് നോർമലി എവിടെയുള്ളതാണ്, ഒരു പാനിക് സെല്ലിംഗ് എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു പാനിക് സെല്ലിംഗ് വരുമ്പോൾ പോലും ഓരോ ട്രാൻസാക്ഷൻ, ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ട്രാൻസാക്ഷനിലും ഇതിന്റെ വില കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ലാസ്റ്റ് വന്ന വ്യക്തി 35-ൽ നിൽക്കുകയാണ്. ഈ ഇതിന് മുകളിലുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ അവരുടെ കോയിനുകൾ വിൽക്കാൻ തുടങ്ങുമ്പോൾ, അത് അവരുടെ ടീം തന്നെ ആവണമെന്നില്ല, എവിടെയാണെങ്കിലും അവർ വിൽക്കാൻ തുടങ്ങുമ്പോൾ ഓരോ ട്രാൻസാക്ഷനിലും ഓരോ വ്യക്തി വിൽക്കാൻ തുടങ്ങുമ്പോഴും അവിടെ അപ്പോൾ തന്നെ പ്രൈസ് കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ആ പ്രൈസിന്റെ എഫക്റ്റ് ഈ വ്യക്തിക്ക് ഉണ്ട്. ഇയാളുടെ 35, 36, 37, 38 അങ്ങനെ പതുക്കെ പതുക്കെ അങ്ങനെ കയറി അയാളുടെ മുടക്കുമുതലായിട്ടുള്ള 100 ക്രോസ് ചെയ്ത് പോകും. മനസ്സിലായില്ലേ? അപ്പോൾ ലാസ്റ്റ് വ്യക്തി പോലും ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇവിടെ ഉണ്ടാവുള്ളൂ. അയാൾ ഒരിക്കലും അയാൾ ധൃതി പിടിച്ചാൽ ചിലപ്പോൾ കാരണം സിസ്റ്റത്തിൽ കോയിൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ലിക്വിഡിറ്റി എന്തായാലും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഈ സിസ്റ്റം ഗവൺമെന്റിനൊന്നും ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആയിട്ടല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്. ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ളത് കൊണ്ട് ഗവൺമെന്റിനും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് വേറെ ഏത് കൺട്രിയിൽ പോയാലും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന സിസ്റ്റമാണിത്. നമുക്ക് ഗ്ലോബലി എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. അല്ലാണ്ട് ഇപ്പൊ ഇന്ത്യ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഇതിനകത്ത്. അങ്ങനെയാണ് നമ്മളൊരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഈ ലാസ്റ്റിലുള്ള വ്യക്തിയും അയാളാണ് ഏറ്റവും ലാസ്റ്റിൽ കോയിൻ വിൽക്കാൻ പോകണമെങ്കിൽ പോലും അയാളും പ്രോഫിറ്റിൽ വരും. അത് ഇതിന്റെ ടെക്നിക്കൽ ക്ലാസ്സുകൾ വരുമ്പോൾ ഞാൻ കുറേം കൂടി നല്ല രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇതാണ് സാറേ എൻ്റെ ഒരു എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ട് അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ഇതാണ് ആ ലാസ്റ്റ് വ്യക്തി. ഇതൊരു പ്രോബ്ലമാണ്. ഇതുവരെ വന്നിട്ടുള്ള പഴയ എല്ലാവരോടും ചോദിച്ചാൽ അവർ പറയും ലാസ്റ്റ് വ്യക്തിക്ക് എന്ത് സംഭവിച്ചു, ഈ കോൺസെപ്റ്റ് പൊളിയ, അവരുടെ ഇതിലൊക്കെ അവരുടെ കോൺസെപ്റ്റ് പൊളിയും. ഇവിടെ ഈ കോൺസെപ്റ്റ് പൊളിയുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഇവിടെ വേറെ എന്തെങ്കിലും പുറത്തുനിന്നുള്ള എന്തെങ്കിലും വല്ല ഗവൺമെന്റിന്റെയോ അങ്ങനെ എന്തെങ്കിലും ഇടപെടലിൽ ഒരു പാനിക് സെല്ലിംഗ് മാത്രമേ ഇതിനകത്ത് വരുള്ളൂ. അല്ലാണ്ട് ഇവിടെ ഈ പ്രോജക്റ്റ് നിന്നു പോകുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. ഓക്കെ സാർ. Shivdas, Thank you. Shivdas, Yeah. meeting close ചെയ്യണം. ഹിന്ദി സൂം ഇപ്പോൾ സ്റ്റാർട്ട് നമുക്കിപ്പോ ഹിന്ദി സൂം ഉള്ളത് കൊണ്ട് നമ്മൾ ജസ്റ്റ് 1-2 പേരും കൂടി സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ജസ്റ്റ് 2-3 മിനിറ്റ്സ്. ഹിന്ദി സൂം ലിങ്ക് ഞാൻ ഇവിടെ ചാറ്റിൽ ഇടുന്നുണ്ട്. പീപ്പിൾ ആർ വെൽക്കം. ഓക്കെ. അപ്പൊ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് സന്തോഷ് സാർ ലൈനിൽ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ കുഴപ്പമില്ല. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് തരാം? ഓക്കെ, സന്തോഷ് സാർ ഉണ്ടല്ലോ ലൈനിൽ. സന്തോഷ് സാർ 2 വാക്ക് പെട്ടെന്ന് സംസാരിച്ച്. ഹിന്ദി സൂമും ഇതേ സൂമിന്റെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആളുണ്ടോ ലൈനിൽ? വേറെ ആരാ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്ലോസ് ചെയ്തോളൂ ശിവദാസ്. ഞാൻ ഹിന്ദി സൂമിന്റെ ലിങ്ക് ഞാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഇട്ടേക്കാം. ഞാനിപ്പോ തന്നെ ഇതിൽ ഇട്ടേക്കാം. ഓക്കെ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. ഇനിയിപ്പോ അടുത്ത മീറ്റിംഗ് ഉടനെ തന്നെ ഉണ്ടാവും. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വന്നതിൽ പങ്കെടുത്തതിൽ താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ് ഓൾ. ഗുഡ് നൈറ്റ്.